അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? ജനങ്ങൾ പോലും ട്രംപ് ഭരണത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിലേറിയത്. എന്നാൽ ട്രംപിൻ്റെ നടപടികൾ ക്രൂരമാണ് എന്നാണ് ഭൂരിപക്ഷവും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഇതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ തെരുവിലിറങ്ങിയ ജനങ്ങൾ. ഗ്രീൻ കാർഡ് ഉടമകളെ പോലും നാടുകടത്താൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് US നിന്ന് പുറത്തു വരുന്നത്. 1992 മുതൽ US ഗ്രീൻ കാർഡ് ഉടമയായിരുന്ന ഒരാൾ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ തടങ്കലിലായി. എറിൻ റിച്ചാർഡ്സ് എന്നയാളാണ് ജോൺ F കെന്നഡി എയർപോർട്ടിൽ തടങ്കലിലായത്. 2006 മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ടതാണ് ഇതിന് കാരണം. ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്ത് കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സംഭവം പലരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. എറിൻ റിച്ചാർഡ് 1992 മുതൽ നിയമപരമായി US താമസിക്കുന്ന വ്യക്തിയാണ്. മാർച്ച് 9 വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹത്തെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ മൈക്കിൾ സെറ്റ് ഗോൾഡ്മാൻ ആണ് ഈ വിവരം പുറത്തുവിട്ടത്. ന്യൂസ് വീക്ക് ഈ വിഷയത്തിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ പ്രതികരണം തേടി ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ട്രംപ് ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും US നിന്ന് പുറത്താക്കാൻ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ ഇതിനോടകം തടങ്കലിൽ വെക്കുകയും നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായി സ്ഥിരതാമസമാക്കിയവരെയും വിവിധ വിസ ഉടമകളെയും ട്രംപ് ഭരണകൂടം ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. പലസ്തീൻ പ്രതിഷേധക്കാരനായ മഹ്മൂദ് ഗലീലിനെ പോലെയുള്ളവരെയും അവർ ലക്ഷ്യമിടുന്നു. സാധുവായ വിസകളും രേഖകളും ഉള്ളവരെ തടങ്കലിൽ വെക്കുകയും നാട് കടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായും കാണാം. കിൽമർ അർമാൻഡോ അബ്രേഗോ ഗാർസിയയുടെ കേസ് ഇതിന് ഉദാഹരണമാണ്. DACA സ്വീകർത്താവിനെ മെക്സിക്കോയിലേക്ക് നാടുകടത്തിയ സംഭവം ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായി. സെന്റ് വിൻസെന്റിൽ ജനിച്ച 44 വയസ്സുള്ള റിച്ചാർഡ്സിന് US ജനിച്ച 3 കുട്ടികളുണ്ട്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കൻ അവധിക്കാലം ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് അദ്ദേഹത്തെ തടഞ്ഞത്. 2006 ടെക്സസിൽ വെച്ച് കഞ്ചാവ് കൈവശം വെച്ചതിന് ശിക്ഷിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. ടെക്സസിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് കഞ്ചാവ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ ന്യൂയോർക്ക് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും കഞ്ചാവ് ഉപയോഗം നിയമപരമാക്കിയിട്ടുണ്ട്. റിച്ചാർഡ്സ് പിഴ അടച്ചെന്നും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ലെന്നും ഗോൾഡ്മാൻ പറയുന്നു. 2006 കേസിൽ റിച്ചാർഡ്സിനെ നാടുകടത്താൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് സാധിക്കുമെന്നായിരുന്നു ഗോൾഡ്മാൻ്റെ മറുപടി. ഈ മാസം ആദ്യം ജോൺ F കെന്നഡി എയർപോർട്ടിൽ ഫെബ്രുവരിയിലും മാർച്ചിലുമായി 320-ലധികം ആളുകളെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ലെന്ന് CBP വെളിപ്പെടുത്തിയിട്ടുണ്ട്. US പൗരത്വത്തിനും ഇമിഗ്രേഷൻ സേവനത്തിനുമുള്ള നിയമം അനുസരിച്ച് ഒരു ഗ്രീൻ കാർഡ് ഉടമയ്ക്ക് US സ്ഥിരമായി താമസിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതോ ടാക്സ് അടക്കാതിരിക്കുന്നതോ നാട് കടത്തുന്നതിനുള്ള കാരണമായേക്കാം. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലോയിലെ പ്രൊഫസർ ഗാർഡിയ ഫെർണാണ്ടസ് പറയുന്നത് ട്രംപ് ഭരണകൂടം സ്ഥിരതാമസക്കാരെയും വിസ ഉടമകളെയും ഒരുപാട് ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എന്നാണ്. US പൗരനല്ലാത്ത ഏതൊരാളും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് നന്നായി ആലോചിക്കണം. ട്രംപ് ഭരണകൂടത്തെ വിമർശിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയോ പോലീസുമായി ചെറിയ രീതിയിലുള്ള ബന്ധമുണ്ടാക്കുകയോ ചെയ്താൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമാകും. CBPയുടെ ന്യൂയോർക്ക് ഫീൽഡ് ഓപ്പറേഷൻ ഡയറക്ടർ ഫ്രാൻസിസ് J. റൂസോ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് നിലവിലുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിക്കുന്നവരെ തടയാൻ CBP പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളുടെ നിയമങ്ങൾ തെറ്റിച്ച് രാജ്യത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ തടയുകയാണ് CBPയുടെ ലക്ഷ്യം എന്നാണ്. ഒഹായോയിലെ UB ഗ്രീൻഫീൽഡിലെ ഇമിഗ്രേഷൻ അറ്റോർണിയായ ഡേവിഡ് ലൂപോൾഡ് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടാമെന്നും റദ്ദാക്കാമെന്നും ആളുകൾ മനസ്സിലാക്കി. ഇതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോർണൽ യൂണിവേഴ്സിറ്റിയിലെ റിട്ടയർഡ് ഇമിഗ്രേഷൻ പ്രൊഫസറായ സ്റ്റീവൻ ലവ് പറയുന്നത് ക്രിമിനൽ കുറ്റങ്ങൾ, ചാരപ്രവൃത്തി, ഗാർഹിക പീഡനം എന്നിവ ഉൾപ്പെടെ നാടുകടത്താൻ നിരവധി കാരണങ്ങളുണ്ട് എന്നാണ്. ഗോൾഡ്മാൻ പറയുന്നത് റിച്ചാർഡ്സിനെ ന്യൂജേഴ്സിയിലെ എലിസബത്ത് തടങ്കൽ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ന്യൂസ് വീക്കിന് റിച്ചാർഡ്സിനെ ICE തടങ്കൽ ഡാറ്റാബേസിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസാന കോടതി വിചാരണ മെയ് 16 നടക്കുക. റിച്ചാർഡ്സിൻ്റെ കേസ് ഇന്ന് ഗ്രീൻ കാർഡ് ഉടമകൾ അനുഭവിക്കുന്ന ആശങ്കയുടെ ഒരു ഉദാഹരണമാണ്.